ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. നമുക്ക് എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിലത്തെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് വന്നതാണ്. എൻജിൻ വർക്ക് കഴിഞ്ഞ് പോണ വണ്ടികൾ ശരിക്കും ആദ്യത്തെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് എന്ന് പറയുമ്പോൾ 1000 കിലോമീറ്ററിനുള്ളിൽ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വന്നിട്ട് നമ്മളത് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അത് വേറെ ഒന്നും ഉണ്ടല്ല, നമുക്ക് ഈ ക്ലച്ചിനകത്താണ് അതിൻ്റെ ഫിൽറ്റർ വരാം, സ്ക്രീൻ ഫിൽറ്ററാണ് വരാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ സ്ക്രീൻ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് അഴുക്കുകളൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ എൻജിൻ അഴിച്ച് എത്രയൊക്കെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ തുടച്ചൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ തുണി വെച്ചിട്ടുള്ള തുടങ്ങണേ, അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പൊടി പോലെയുള്ള ഐറ്റംസൊക്കെ എഞ്ചിൻ്റെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ശരിക്കും എഞ്ചിൻ്റെ ഉൾഭാഗം കൂടി ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ള് ക്ലീൻ ചെയ്ത് വന്ന സമയത്ത് അത് ഈ ഫിൽറ്ററിനകത്ത് വന്ന് അരിച്ചെടുത്തിട്ടാണ് ക്രാങ്ക് ഷാഫ്റ്റിലേക്കൊക്കെ പമ്പിങ്, ഓയിൽ പമ്പിങ് നടത്താം. അപ്പോൾ ആ ഭാഗത്ത് തന്നെ അഴുക്കുകൾ വന്നിട്ട് ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഒന്ന് ബ്ലോക്ക് ആവും. അത് ഇതിപ്പോൾ നോർമൽ കുറച്ചുള്ളൂ, ചിലതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓയിൽ പമ്പിങ്ങിൻ്റെ ഫ്ലോയിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫിൽറ്റർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കേസ്. കൂട്ടത്തിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റിയിടണം. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ട്യൂണിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റിലത്തെ 1 മന്ത് ഒരു സർവീസ് നമ്മൾ പറയണം, അതായത് ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് സർവീസ് നമ്മൾ പറയണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് പിന്നെ എഞ്ചിൻ ഓയിൽ, ബാക്കിയത്തെ ഇനിയിപ്പോൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് ഓരോ 3 മാസം കൂടുമ്പോഴാണ്. 3 മാസമല്ല, 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. 3000 കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയാൽ മതി. അതിപ്പോൾ ചിലപ്പോൾ ഒരു 3 മാസം കൊണ്ടാവാം, ചിലപ്പോൾ 4 മാസം ആവാം, ചിലപ്പോൾ 6 മാസം കൊണ്ടൊക്കെ ആയിരിക്കും ഈ 3000 കിലോമീറ്റർ ഓടാം. പക്ഷേ ഓയിൽ ചേഞ്ച് നിർബന്ധമായിട്ട് നമുക്ക് 3000 കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയാൽ മതി. പക്ഷേ പീരിയോഡിക് സർവീസ് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ കറക്റ്റ് ചെയ്തു പോകാൻ നോക്കുക. കാരണം ഞാൻ ഓരോ 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സർവീസ്, ജനറലായിട്ടുള്ള സർവീസ് വിത്ത് എഞ്ചിൻ സർവീസ് കാര്യങ്ങളൊക്കെ വന്നത് അതിനകത്താണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കേസ് നമ്മൾ നോക്കി ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ഇത് ഓൾറെഡി നമുക്ക് 1 ഇയർ വാറൻറ്റി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ കമ്പൽസറി ആണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഓക്കെ.